പ്രജിൻ, അടുത്ത ഘട്ടത്തിലേക്ക് പോകാനുള്ള ആലോചനകൾ നടക്കുകയാണ്. അതായത് ഇനി ഇപ്പോൾ വള്ളങ്ങൾ ഇറക്കിക്കൊണ്ടുള്ള ഒരു പരിശോധനയാണ് നടക്കുന്നത്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാനാകും ഈ കനത്ത മഴയിൽ എന്നുള്ളതാണ് ഇപ്പോൾ ആലോചന നടക്കുന്നത്. ഓട്ടോ ഡ്രൈവർ അടക്കമുള്ള ആളുകളുടെ സഹായത്തോടുകൂടി എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു ക്ലിയർ പിക്ചർ എടുക്കുകയാണ് പോലീസ്. അതിന്റെ ഭാഗമായുള്ള പരിശോധനകളും പുരോഗമിക്കുന്നുണ്ട്. പരിശോധനകൾ 3 വള്ളങ്ങളായി കേന്ദ്രീകരിച്ച് 3 സംഘങ്ങളായി തിരിഞ്ഞാണ് പരിശോധന പുരോഗമിക്കുന്നത്. ആ പരിശോധനയിൽ എന്തെങ്കിലും നിർണായക വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാര്യം തടസ്സമായി നിൽക്കുന്നത് ഈ കനത്ത മഴയും അതോടൊപ്പം തന്നെ ഈ വെളിച്ചത്തിന്റെ കുറവും ഒക്കെയാണ്. പക്ഷേ ഇപ്പോൾ ഈ ബന്ധു പ്രതികരിച്ചതാണ് ഏറ്റവും നിർണായകം. അതായത് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന്. നിലവിൽ കുട്ടിയുടെ അമ്മ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി, കുട്ടിയെ ഇല്ലാതാക്കിയ ശേഷം ആത്മഹത്യക്കാണ് താൻ ശ്രമിച്ചത്. സ്വയം ഇല്ലാതാകാനുള്ള ഒരു ശ്രമം, ഈ കുടുംബ പ്രശ്നങ്ങളിൽ താൻ വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു എന്നൊരു കാര്യം ഇപ്പോൾ അല്പസമയം മുമ്പ് പോലീസ് സ്റ്റേഷനിൽ വെച്ച പ്രകാശൻ എന്ന് പറയുന്ന ഈ കുട്ടിയുടെ ബന്ധുവിനോട്, ഈ അമ്മയുടെ ബന്ധുവിനോട് അവർ പറഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ പരിശോധന ഏകദേശം ഒരു 90% റൈറ്റ് ഡയറക്ഷനിൽ തന്നെ എന്ന് പറയാനാകും. പക്ഷേ അത് ഇനി സ്ഥിരീകരിക്കേണ്ടത് പോലീസാണ്. പോലീസിന് ഇപ്പോഴും വ്യക്തത കുറവുകളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഈ അമ്മ ആദ്യഘട്ടങ്ങളിൽ മൊഴി മാറ്റിയൊരു സാഹചര്യത്തിലാണ് ഇതിൽ ഒരു ഉറപ്പിക്കാൻ, ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ പോലീസിന് പറ്റാത്തത്. നിലവിൽ ഇവിടെ 2 വശങ്ങളിലായി കേന്ദ്രീകരിച്ച് വിശദമായ പരിശോധനകൾ നടക്കുന്നു. വെള്ളത്തിലേക്ക്, അതായത് സ്കൂബ ഡൈവിംഗ് എന്ന് പറയുന്ന പോലെ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. പക്ഷെ കാരണം സ്പോട്ട് ചെയ്ത ശേഷം എന്തെങ്കിലും അസ്വാഭാവികമായി എന്തെങ്കിലും കണ്ടാൽ അത് സ്പോട്ട് ചെയ്ത ശേഷം മാത്രം ഇറങ്ങാൻ ആണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതല്ലാതെ ഇറങ്ങാൻ പ്രതിസന്ധി ഉണ്ട്. കാരണം കനത്ത ഒഴുക്കാണ്, നല്ല മഴയുണ്ട്. ഒന്നും കാണാനും, ടോർച്ച് അടിച്ചാൽ പോലും കാണുക എന്നുള്ളത് വലിയ പ്രതിസന്ധിയാണ് ചേട്ടാ.